നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ബി.ജെ.പി. ഔദ്യോഗികമായി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ യോഗങ്ങൾ തുടങ്ങി. സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് നേരിട്ടെത്തിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് സ്ഥാനാർത്ഥികളായി A+ മണ്ഡലങ്ങളിൽ വിജയമുറപ്പിക്കാനുള്ള പദ്ധതികളാണ് പാർട്ടി ആവിഷ്കരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, ബി.ജെ.പിയുടെ പ്ലാൻ ഓണായോ? തീർച്ചയായും പ്ലാൻ ഓണായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ബി.ജെ.പിയുടെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സോണൽ യോഗങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെയാണ് കോഴിക്കോട് സോണൽ യോഗം കഴിഞ്ഞത്. ഇന്നത് തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സോണുകളായി തിരിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ബി.ജെ.പി. നടത്തുന്നത്. എന്തായാലും A+ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ, പ്രധാന മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ നിലവിൽ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രഖ്യാപനം എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും വരിക. അതിലേറ്റവും പ്രധാനപ്പെട്ട നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ച നിയമമണ്ഡലമാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും. മറ്റൊന്ന് തിരുവനന്തപുരം സെൻട്രലാണ്. സെൻട്രലിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ട്രസ്റ്റി കൂടിയായിട്ടുള്ള കരമന ജയൻ ബി.ജെ.പിയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം ആണ് സ്ഥാനാർത്ഥിയായി വരിക. നേരത്തെ മത്സരത്തിനില്ല എന്നൊക്കെ ബി.ജെ.പിയുമായി ഇടഞ്ഞു നിന്ന ആർ ശ്രീലേഖ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പക്ഷേ വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖ തന്നെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അവർ ഏകദേശം പ്രചരണ പരിപാടികൾ ആരംഭിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സോണൽ കമ്മിറ്റി യോഗത്തിൽ അതിന്റെ തീരുമാനമെടുക്കും. ഒപ്പം തന്നെ മറ്റൊന്ന് കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് നേരത്തെ തന്നെ വി മുരളീധരൻ ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും അവിടെ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണയും വി മുരളീധരൻ തന്നെയായിരുന്നു അവിടെ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇത്തവണയും മത്സരിക്കും. കാട്ടാക്കടയിലാണ് മറ്റൊന്ന്. കാട്ടാക്കടയിൽ P.K. കൃഷ്ണദാസ് മത്സരിക്കും. P.K. കൃഷ്ണദാസിന്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട യോഗത്തിലും ഇന്ന് ബി.എൽ. സന്തോഷ് പങ്കെടുക്കുന്നുണ്ട്. കാട്ടാക്കടയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് ബി.ജെ.പി. ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ കാട്ടാക്കട പിടിച്ചെടുക്കുക, അതൊരു A+ മണ്ഡലമായി തന്നെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണം നടത്തുക എന്നുള്ളതാണ് ബി.ജെ.പി. തീരുമാനിച്ചിട്ടുള്ളത്. മറ്റ് മണ്ഡലങ്ങളിൽ, പ്രധാന മണ്ഡലങ്ങളിൽ പ്രധാന സ്ഥാനാർത്ഥികൾ മത്സരിക്കേണ്ട മണ്ഡലങ്ങളെ സംബന്ധിച്ച തീരുമാനത്തിലേക്കും സോണൽ യോഗങ്ങളിൽ പോകുമെന്നുള്ളതാണ്. ബി.എൽ. സന്തോഷ് RSSന്റെ കൂടി പ്രതിനിധിയാണ്. RSSുമായി ബന്ധപ്പെട്ട ഇടപെടൽ കൂടി നടത്തിയായിരിക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക. നിഷാദ്.